എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെയും ശാരീരികമായ ആ, അതായത് ഘടകങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഫിസിയോളജി, ഓരോരുത്തരുടെയും മെന്റൽ കപ്പാസിറ്റി, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരാൾക്ക് ഇപ്പം നമുക്കറിയാം 24 hours 2 hours മാത്രം ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. സൂപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ 2 മണിക്കൂർ മാത്രമേ അവർ ഉറങ്ങുന്നുള്ളൂ. ചിലർക്ക് 1 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ മതി. ദേ ആർ ട്രെയിൻഡ് സച്ച് എ വേ. പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ല. അപ്പൊ എനിക്ക് MBBS പഠിക്കുന്ന എത്രയോ സ്റ്റുഡൻസ് ഉറക്കം ഒഴിഞ്ഞതിന്റെ പേരില് ആങ്സൈറ്റി ഉണ്ടായി, ചില കുട്ടികൾക്ക് ഷീസർ ഉണ്ടായി, അതിന്റെ മെഡിസിൻ കഴിച്ച് ഡിപ്രഷൻ ഉണ്ടായി. ഒരുപാട് കേസുകൾ ഞാൻ കാണുന്നതാണ്, എന്റെ ക്ലയൻസ് ലിസ്റ്റിലുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മൾക്ക് ആ പർട്ടിക്കുലർ ഈ ഒരു വേ ഓക്കെ ആകുമോ എന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇതൊരു നമ്മൾ ഇപ്പൊ വേറൊരു രാജ്യത്ത് പോകണമെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ പകലാകുമ്പോൾ വേറെ രാജ്യത്ത് രാത്രിയാവും. അങ്ങനെ കുറെ ദിവസം അവിടെ പോയി താമസിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ബയോളജിക്കൽ ക്ലോക്കുമായിട്ട് അഡോപ്റ്റ് ചെയ്യും. ഈ അഡോപ്റ്റേഷൻ സ്കില്ലും ഒരു കപ്പാസിറ്റി ബോഡിക്ക് ഉണ്ട്. ബട്ട് സ്റ്റിൽ വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാത്രി അധികം ഉറക്കം ഒഴിയാതിരിക്കുന്നതാണ് ഹെൽത്തി ആയിട്ട് പറയുന്നത്. ഒരു നിർബന്ധമായിട്ട് ഒരു 6 to 8 hours വരെ ഉറങ്ങണം. അതിന് ഇത്ര മണിക്കൂർ തന്നെ ഉറങ്ങണമെന്നൊന്നുമില്ല. 6 to 7, 8 hours. പലർക്കും ചിലർക്ക് കൂടുതൽ ഉറങ്ങുന്ന കുട്ടികളുണ്ടാവും, ചിലർക്ക് കുറച്ചുറങ്ങുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ ഇവരുടെ ഇപ്പൊ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കി വെച്ച് അതൊരു ബിഹേവിയർ ആക്കി അതൊരു പാറ്റേൺ ആയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പിന്നീട്. അതായത് പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മതി, അവരോട് പറഞ്ഞു കൊടുത്താൽ മതി, പതുക്കെ കൊണ്ടുവരാൻ പറ്റും. ബിപിൻദാസിന്റെ ക്വസ്റ്റ്യൻ, ചിലർക്ക് നല്ല കഴിവുകൾ ഉണ്ടാകും, അവരുടെ കഴിവുകൾ അവരുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി പോകുന്നു, അവരെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം? നല്ല ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മുടെ സ്കിൽസ് നമുക്ക് പലരുടെയും സ്കിൽസ് ചിലപ്പോൾ പാരൻസ് അറിയുന്നുണ്ടാവത്തില്ല. കാരണം പാരൻസിന് ആ ഒരു സ്കില്ല്, കുട്ടികൾക്കുള്ള സ്കില്ല് ഐഡന്റിഫൈ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് നോളജ് ഉണ്ടാവില്ല. ഈ ഒരു സ്കില്ല് കുട്ടിക്കുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു നോളജ് അവർക്ക് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അവര് ബിസി സ്കെഡ്യൂളിൽ ജീവിക്കുന്നവരായിരിക്കും. ഇനി സ്കൂളിൽ വിട്ടാലോ, സ്കൂളിലും എല്ലാ സ്കിൽസും ഒന്നും ഐഡന്റിഫൈ ചെയ്ത് ഈ കുട്ടി ഇത്രയും സ്കിൽഫുൾ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യാനുള്ള ടൈം ചിലപ്പോൾ ടീച്ചേഴ്സിനും, ഒരു 40 പേരിരിക്കുന്ന ക്ലാസ് റൂമിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ ഈ സാധാരണ പറയാറില്ലേ, ഈ ചില ഈ വെക്കേഷൻ ക്ലാസ്സിൽ ഏതെങ്കിലും ക്യാമ്പുകളിൽ കുട്ടികളെ അയക്കുക. അത് ഉത്തരവാദിത്വമുള്ള കോച്ചുമാർ നടത്തുന്ന, ട്രെയിനേഴ്സ് നടത്തുന്ന ക്യാമ്പുകളിൽ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, മൾട്ടി ടാലന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതിലൂടെ കുട്ടിക്ക് ചിലപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുള്ള കുട്ടികളുണ്ടാകും, അതല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽസ് ഉള്ള കുട്ടികളുണ്ടാകും, അതല്ലെങ്കിൽ തിങ്കിങ് സ്കിൽസ് ഉള്ള കോഗ്നിറ്റീവ് കപ്പാസിറ്റി ഉള്ള കുട്ടികളുണ്ടാകും. ഇങ്ങനെ പല സ്കിൽസും ഉള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു 18-20 വർഷത്തോളം കുട്ടികളുടെ ഇടയിലും പാരന്റ്സിന്റെ ഇടയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതെനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ചില കുട്ടികൾ തന്നെ തിരിച്ചറിയുന്നത് നമ്മളിങ്ങനെ പറയാം, ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും, നല്ല ഒരു ഭാവിയുണ്ട്, ഇതിലൊന്ന് ഫോക്കസ് ചെയ്യുമെന്ന് പറയുമ്പോഴാണ്, ഇന്നലെ വരെ ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ആണ് എക്സാമ്പിൾ ആണ്. അതുപോലെ നമുക്ക് ലൈഫ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ആ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികൾ തന്നെ ആ സ്കിൽഫുൾ ആവുമ്പോൾ അവർക്ക് തനിച്ചത് കണ്ടെത്താൻ പറ്റും. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന 10 ലൈഫ് സ്കിൽസ് നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇന്റർപേഴ്സണൽ, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, എംപതി, സെൽഫ് അവയർനെസ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് സെൽഫ് അവയർനെസ്. ഈ സെൽഫ് അവയർനെസ് കുട്ടി അറിയണമെങ്കിൽ, സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നോയിങ് അബൌട്ട് മൈസെൽഫ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അതർ തിങ്. എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ വീക്ക്നെസ്സും എൻ്റെ കേപ്പബിലിറ്റീസും എൻ്റെ എഫിഷ്യൻസിയും തിരിച്ചറിയുന്നതാണ് സെൽഫ് അവയർനെസ്. അപ്പൊ ഇത് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അത് കൊടുക്കുക. ഇല്ലെങ്കിൽ നല്ലൊരു കോച്ചിനെ, ഏതെങ്കിലും ഒരു കോച്ചിനെയോ സ്റ്റുഡൻസ് മെന്ററിനെയോ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് തരും. കോച്ചുമാർ നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും. അവർക്ക് അതിന് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ചില
ആക്ടിവിറ്റീസ് ഉണ്ടാവും, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, സിമ്പിൾ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും. അതിലൂടെ കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റും. പിന്നെ അഫ്കോഴ്സ് ഇതിനകത്ത് പാരന്റ്സിന് തന്നെ നല്ലൊരു റോളുണ്ട്. ചില പ്രത്യേക സിറ്റുവേഷനിൽ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർ ചെറിയ ഇത് ഏറ്റവും ബേസിക്സ് ഇതൊറ്റ കാര്യമേ ഉള്ളൂ, ആ കുട്ടീനെ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് വളർത്തുക. ഓരോ സാഹചര്യത്തിൽ അവൻ എങ്ങനെ അവന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ പാരന്റ്സിന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവൻ ആ സ്കില്ലുണ്ട്, ഇന്റർപേഴ്സണൽ സ്കില്ലുണ്ട്. ഒരു കാര്യം അവരോട് പോയി സംസാരിച്ച് അത് കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബെറ്റർ വേ അവര് ഇത് സ്കിൽസ്, ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുക. താങ്ക് യു വിപിൻ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. പ്ലീസ്. ചോദിക്കൂ. ഗുഡ് ഈവനിങ്, ഷിഫയാണ്. ഗുഡ് ഈവനിങ് ഷിഫ. മാം, കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് ചോദിച്ചൊരു കാര്യമാണ്. അവരുടെ കുട്ടി മോൻ 24 വയസ്സുണ്ട്. പക്ഷെ അവന് ഏത് ജോലിയിൽ കൊണ്ടാക്കി കഴിഞ്ഞാലും അവൻ തിരിച്ച് ഗൾഫിൽ പല സ്ഥലത്തും കൊണ്ടുപോയി അവൻ നാട്ടിലേക്ക് വരികയാണ്. അപ്പോ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ഫാദർ 9 to 5 ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന, പക്ഷെ അവന്റെ ഒരു റിലേറ്റീവ്, അവന്റെ അങ്കിള് എന്റർപ്രണർ ആണ്. അപ്പൊ ഈ ഒരു എംപ്ലോയിയും ഒരു എന്റർപ്രണറും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടുള്ള ഈ കുട്ടിക്ക് അവൻ പറയണത് ചെറുപ്പമേ ഞാൻ എന്നെ ഒരു സംരംഭകനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ മാത്രമേ എന്നെ കാണാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, എന്തിലാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ധാരണയില്ല. വീട്ടിൽ നിന്ന് ആരും ഇനി ഒരു സാധനം തുടങ്ങാനായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കില്ല. ഇപ്പൊ മൊത്തത്തിൽ കുട്ടിയുടെ മൂത്ത കുട്ടിയാണ്. അതന്നെയല്ല, ആ വീട്ടില് ആ ഒരു തറവാട്ടിലെ ആകെക്കൂടുള്ള ഒരു ആൺകുട്ടിയാണ്. ഇവനിക്ക് കുറെ കാര്യം ഇങ്ങനെ വിചാരിച്ച, അതായത് വീട്ടുകാരൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ട് ഇവൻ ഇനി വീടിന് ഇങ്ങനെ കൊണ്ടുപോകും. ഒരുപാട് പ്രതീക്ഷകള് ഇവനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ എന്റെ ഒരു 7ാം ക്ലാസ് മുതല് ഞാനൊരു ഓൺട്രപ്രണർ. മാഡം കേട്ടിട്ടില്ലേ, നമ്മള് കുന്നോളം മോഹിച്ചാലാണ് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന്. അപ്പൊ ഞാൻ മോഹിച്ചിട്ട് ഇതുവരെ ഒന്നും ആയില്ല. ഈ മോഹിച്ചതിൽക്ക് നീ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് ആൻസർ 0 ആണ്. ഞാൻ ഒന്നും അതിനു വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷെ ഈ കുട്ടി ജോലിക്ക് പോകാനായിട്ട് തയ്യാറുമല്ല. നമ്മൾ എങ്ങനെ ഇവർക്കൊരു ക്ലാരിറ്റി കൊടുക്കും? യെസ്, ചില ആൾക്കാരുടെ, എസ്പെഷ്യലി ഇന്നത്തെ യൂത്തിന്റെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിപ്പോ, അൺറിയലിസ്റ്റിക് ഓപ്റ്റിമിസം എന്നാണ് അതിന് പറയുന്നത്. കാരണം ഈ വരുന്ന മോട്ടിവേഷൻ വീഡിയോസ് എല്ലാം കാണും. ഓണ്ടർപ്രണർഷിപ്പ് ഇപ്പൊ പഴയതുപോലെയല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് വളരെ വലിയ ഒരു എന്താ പറയേണ്ടത്, ഒരു സ്പേസ് ആണ് ഉള്ളത്. ഓണ്ടർപ്രണർ ആകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, വലിയ സംഭവം തന്നെയാണ്. സൂപ്പർ സക്സസ്ഫുൾ ആകുന്ന എല്ലാവരും ഒരു ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അത് വളരെ നല്ലതാണ്. പക്ഷേ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഓപ്റ്റിമിസം കയറിയിട്ട് ചില കുട്ടികൾ ഇതേപോലെ വരാറുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് എന്റർപ്രൈസസ് എന്നോ അതെങ്ങനെയാണ് ഒരു ഓണ്ടർപ്രണർ ആവുക എന്നുള്ളത് ബേസിക്സ് പോലും അറിയില്ല. ഇതിനോട് ആദ്യം അത്രയും ഡീപ്പായിട്ട് ഓണ്ടർപ്രണർ ആകണമെങ്കിൽ ഫസ്റ്റ് ഹീ ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ടു ഫൈൻഡ് മണി. അല്ലാതെ വീട്ടുകാരല്ല പൈസ തരാനുള്ളത്. അവനോട് പറഞ്ഞു കൊടുക്കുക, നീ 1 year അതിനുവേണ്ടി നീ കഷ്ടപ്പെടും, എന്തെങ്കിലും ജോലി എടുക്കുക, നീ ഒരു കാശ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നിന്റെ ഒരു സ്ഥാപനം തുടങ്ങും. ഇനി യഥാർത്ഥ ഓണ്ടർപ്രണർ ആണെങ്കിൽ ഒരിക്കലും പൈസ വേണ്ട എന്നുള്ളതാണ് സത്യം. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. നല്ല ഐഡിയ ആണുള്ളത്, അത് ആളുകളുടെ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരുടെ എങ്കിലുമൊക്കെ പെയിൻ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഹോപ്പ്, അവരുടെ ഡ്രീമിനെ ട്രൂ ആക്കുന്ന ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ ആണെങ്കിൽ 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാം. അതായത് റൈറ്റ് പാർട്ട്നേഴ്സിനെ കിട്ടും. നല്ല ഇത് നമ്മുടെ ഐഡിയ ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു വണ്ടർഫുൾ ഐഡിയ ആണ് നമുക്കുള്ളതെങ്കിൽ ആ ഐഡിയ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അത് പറയാനുള്ള ഐഡിയ ഉണ്ടോ എന്ന് അവനോട് ചോദിക്കുക. എന്താണ് നീ ബിസിനസ് ചെയ്യുക, എന്ത് ബിസിനസ് ആണ് ചെയ്യാനുള്ളത്? ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഉള്ള ആളായിരിക്കണം.
പ്രോബ്ലം സോൾവ് ചെയ്യാൻ നല്ല ബെസ്റ്റ് പ്രോബ്ലം സോൾവറിനാണ് ഒരു നല്ല ഓണ്ടർപ്രണർ ആകാൻ പറ്റുക. അതുപോലെ ഒബ്സർവേഷൻ സ്കില്ലുണ്ടോ, കൊളാബറേഷൻ സ്കില്ലുണ്ടോ, അഫിലിയേറ്റ് ചെയ്യാൻ മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ അതിനുള്ള സ്കില്ലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടാണോ നീ ഓണ്ടർപ്രണർ ആകാൻ ശ്രമിക്കുന്നത്? അതോ നിന്റെ അങ്കിൾ, ഒരുപക്ഷെ അവന്റെ അങ്കിൾ ഒരു ഹീറോ ആയിരിക്കും അവന്റെ മനസ്സിൽ. അപ്പൊ ആ അങ്കിൾ ചെറിയ കാലത്തോട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ലതാണെന്ന് അവന്റെ കുഞ്ഞു മനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സ്ക്രിപ്റ്റ്, ആ ആവേശം കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ചെയ്യാനുള്ളത് 1 ഇയർ നീ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യുക, നീ മണി കണ്ടുപിടിക്കുക, ബാക്കി നിന്നെ എക്യുപ്ഡ് ആക്കുക, കോമ്പിറ്റൻസി ഉണ്ടാക്കുക, ഒരു ഓണ്ടർപ്രണറിന് വേണ്ട കഴിവുകളൊക്കെ മനസ്സിലാക്കി വെക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരിക, ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക. ഇതെല്ലാം ചെയ്തിട്ട് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകാൻ പറയും. ദിസ് ഇസ് ദ ബെസ്റ്റ് വേ. ക്ലിയർ ഷിഫ? ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഒത്തിരി പേർക്ക് ഇങ്ങനെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അത് എല്ലാ കരിയറിലും ഉണ്ട്, ഇതിൽ മാത്രമല്ല. എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 11 പ്രാവശ്യമാണെന്നാണ് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്നോ ഒരിക്കലും വേറൊരു വ്യക്തി വേറൊരാളടുത്ത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി. അയാളുടെ എന്നെ കാണാൻ വന്ന ഒരു മനുഷ്യൻ, ഞാൻ കൊച്ചിയിലായിരിക്കുമ്പോഴാണ്, പയ്യനാണ്, മനുഷ്യനല്ല, ഒരു പയ്യനാണ്. അവൻ കോളേജ് ആദ്യം അവൻ എന്നെ കാണാൻ വരുന്നത് ഒരു 5 വർഷത്തിന് മുമ്പ് അവൻ കോളേജ് പഠിക്കുമ്പോഴാണ്. അവൻ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയാണ്. ആ സമയത്താണ് വന്നത്. അന്ന് അവനൊരു സ്ക്രിപ്റ്റും കൊണ്ടാണ് വന്നത്. എനിക്കിത് സിനിമയാക്കണം, മാം എന്നെ സഹായിക്കണം. അപ്പൊ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടില്ല, ഫിനിഷ് ആകുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഞാൻ വായിച്ചു നോക്കില്ല, ഒരു വലിയ ബണ്ടിൽ. അപ്പോഴും ഞാൻ പറഞ്ഞു വിട്ടു, നീ ഫിനിഷ് ചെയ്തിട്ട് വരൂ, സീരിയസ് ആണെങ്കിൽ നമുക്ക് അറിയാലോ. അഗെയിൻ പിന്നെ ഫിനിഷ് ചെയ്തിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണമെങ്കിൽ ആധികാരികമായിട്ട്. എനിക്കത് അത്രയും വായിക്കാനുള്ള സമയമില്ല. അഗെയിൻ വീണ്ടും വന്നു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നു. ഞാൻ പറഞ്ഞത് പാസ്സായില്ല, ഒരു പേപ്പർ. ഞാൻ ആ പേപ്പർ കറക്റ്റ് ചെയ്തിട്ട് വരും. ഏതെങ്കിലും ഒരു ഡിഗ്രിയെങ്കിലും വേണമല്ലേ, സിനിമയാണെന്ന് പറഞ്ഞ് നടന്നിട്ട്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമല്ലോ. വീണ്ടും വന്നു. പിന്നെ അവസാനം ഒരു പ്രാവശ്യം വന്നിട്ട് അവൻ ലിറ്ററലി മുന്നിൽ കരയാണ്, എനിക്കിത് സ്ക്രിപ്റ്റ് സിനിമ ആക്കിയേ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത് ഞാൻ വായിച്ചിട്ടും കാര്യമില്ല, ഞാൻ ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, പക്ഷെ സമയമെടുക്കും, ഒരു കാര്യം ചെയ്യും, ഞാൻ അറിയിക്കാന്ന് പറഞ്ഞില്ല. അവൻ 2 കോപ്പി ഉണ്ടെന്ന് പറഞ്ഞിട്ട് 1 കോപ്പി അവനും എടുത്ത് 1 കോപ്പി എനിക്ക് തന്നിട്ടാ പോയത്. എൻ്റെ അടുത്ത് വെച്ചിട്ട്, മാം എന്തെങ്കിലും വെറുതെ എടുത്ത് നോക്കണോന്ന് പറഞ്ഞു. എൻ്റെ ബ്രദർ ഇത്തരം ജോലികൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എൻ്റെ ബ്രദറിനെ കൊടുത്തു, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ദയവ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് കൊടുക്കൂ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അവനത് വായിച്ചു നോക്കിയിട്ട്, ഞാൻ കുറേ പ്രഷർ ചെയ്തിട്ടാണ് അവനത് വായിച്ചത്. അവൻ പറയുന്നത് ഒരിക്കലും ആരും ഇത് എടുക്കില്ല, മാത്രമല്ല ഇതുകൊണ്ട് കൊടുത്താൽ നമുക്ക് വഴക്കും കിട്ടുമെന്ന്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവൻ പറയുന്നത് അവന്റെ സ്റ്റോറിയാണ്, ക്യാമ്പസിൽ നടന്നതാണ്. 2 പ്രണയവും, കുറെ തല്ലും, കുറെ പ്രശ്നവും, കുറെ ദാരിദ്ര്യവും, പിന്നെ ഒരു സോളോ ട്രിപ്പും, പിന്നെ ഒരു കവിതയും, കോളേജിന്റെ ലാസ്റ്റ് ഗെറ്റ് ടുഗദറും, തീർന്നു സിനിമ. ഇങ്ങനെ ഇത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ലൈഫിൽ ചിലപ്പോൾ അവർക്ക് ആ ടൈമില് അവരെ പെർസെപ്ഷൻ എന്താണ്, ദിസ് ഈസ് സംതിങ് ബിഗ്. കാരണം അവര് അത്ര ഒരു ചെറിയ സർക്കിളിലാണ് നിൽക്കുന്നത്. പക്ഷെ ഔട്ട് ഓഫ് ദാറ്റ് സർക്കിൾ വേൾഡ് എന്ന് പറഞ്ഞാൽ എത്രയോ വലുതാണ്. ആ അനുഭവങ്ങൾ കൂടുന്നതനുസരിച്ച് അവരുടെ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പൊ അത് ആ അനുഭവങ്ങൾ ചിലപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം സിറ്റുവേഷൻ. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. യെസ്. ഇപ്പൊ ഒരു കുട്ടി അഡോളസെന്റ് ഏജിലാണ്, 10th-ലുള്ള കുട്ടിക്ക് ഇപ്പൊ കരിയർ ചൂസ് ചെയ്യണം. അപ്പൊ അവർക്ക് കരിയർ ചൂസ്, അവരെ ഏത് സ്ട്രീമിലേക്ക് പോകണം, അവരുടെ ഇത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അവര് ഏത് സ്ട്രീമിലേക്ക് പോകണം എന്ന് നമുക്ക് എങ്ങനെ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും? 9 ഇന്റലിജൻസ് ആണ്, 9 ഏരിയ ഓഫ് ഇന്റലിജൻസ് ആണ് എല്ലാ ഹ്യൂമൻ ബീയിങ്ങിലും കാണപ്പെടുന്നത്. അത് എല്ലാവരിലും ഇല്ല. 2 or 3 എണ്ണം എല്ലാവരിലും ഉണ്ട്, പക്ഷെ കുറച്ച് 1 or 2 എണ്ണം ഡോമിനേറ്റ് ചെയ്യും. ഒരെണ്ണം ഹൈലി ഡോമിനന്റ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ലോജിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടിക്ക് തൊട്ട് താഴെ ഒരു പക്ഷേ ചിലപ്പോ ഇപ്പോ റിഥമാറ്റിക് ഇന്റലിജൻസ് തൊട്ട് താഴെ കാണും. അതിന്റെ താഴെ ആയിരിക്കും പ്രോബ്ലം സോൾവിങ്ങോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസോ. അതിന്റെ താഴെ ആയിരിക്കും നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. അപ്പൊ ഈ 9 ഇന്റലിജൻസും ഏറിയും കുറഞ്ഞുമാണ് ഓരോ വ്യക്തികളിലും കാണുന്നത്. ഇത് ഏത് ഇന്റലിജൻസ് ആണ് അവന് കൂടുതലുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം.
ഇപ്പൊ ലോജിക്കൽ ഇന്റലിജൻസ് ഉള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് സ്ട്രീം നല്ലതായിരിക്കും. എഞ്ചിനീയറിംഗിന്റെ ഏത് ഇപ്പൊ മാത്സും ഫിസിക്സും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരു വേറെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടി ഡോമിനന്റ് ആയിരിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോയി മാത്സ് എഞ്ചിനീയറിംഗ് ചേർത്താൽ ഒരു രക്ഷയില്ല. അതിന് ലാംഗ്വേജോ ആർട്ട് സബ്ജക്റ്റ് തന്നെ പഠിപ്പിക്കണം. ഇനി ആർട്ടിലും ക്രാഫ്റ്റിലും ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടിയെ കൊണ്ടുപോയിട്ട് നമ്മൾ ലിംഗ്വിസ്റ്റിക്കിൽ ജോയിൻ ചെയ്യണമെന്ന് വായിച്ചു പിടിച്ചാലും നടക്കില്ല. പക്ഷെ ഇതിന് ഈ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം ഇതിനകത്ത് പല ടെസ്റ്റുകളും കൊണ്ട് നമുക്ക് 9 ഇന്റലിജൻസ് ഏരിയ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൊടുത്താൽ തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ വലിയ DMAT പോലെയുള്ള അതിന് 6000 ഇപ്പൊ കുറഞ്ഞെന്ന് തോന്നുന്നു DMAT ടെസ്റ്റിന്. ഇനി ഈവൻ DMAT എടുത്താൽ അത് ഫിംഗർ പ്രിന്റ് ആണ്. നമ്മളിങ്ങനെ 5 വിരല് വെച്ചിട്ട് DMAT ടെസ്റ്റ് എടുത്തിട്ട് ഒരു നല്ല കരിയർ കൗൺസിലറിനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോ മാത്രമേ അതിന്റെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളുടെ സഹായം കൂടി എടുത്തിട്ട് വേണം കുട്ടീനെ എന്താണ് അവരുടെ പാഷൻ എന്ന് നോക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ 9 ഇന്റലിജൻസ് ടെസ്റ്റ് 9 ഏരിയ ഇന്റലിജൻസ് ടെസ്റ്റ് സിമ്പിൾ ആണ്. അത് ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു 80% അത് പിന്നെ അക്യുറേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചെയ്താൽ മതിയാവും. അവനോട് തന്നെ കുട്ടികളോട് തന്നെ സംസാരിക്കുക. പിന്നെ +2 ഒക്കെ കഴിയണം, +2 ഒക്കെ ആകണം. അപ്പോഴാണ് അവർക്ക് ലോകത്തെക്കുറിച്ചും പാഷനെ കുറിച്ചും ഒക്കെ ഒരു അവയർനെസ് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. 10ാം ക്ലാസ്സിലും ഫുൾ A+, +2ലും ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പം ആ കുട്ടി പറഞ്ഞത് +1 ആയ സമയം തൊട്ട് ആ കുട്ടി പറഞ്ഞ ഇതാണ്, എനിക്ക് അഗ്രികൾച്ചർ പഠിച്ചാൽ മതി. മാത്സിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ ഓപ്റ്റ് ചെയ്യുന്നത്? എനിക്കത് പഠിച്ചാൽ മതി, എനിക്ക് ജോലി കിട്ടും, അത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല, അതിന് വേറെ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒന്നുകൂടി നിങ്ങൾ ചോദിക്കൂ. അപ്പൊ പറഞ്ഞില്ല, എനിക്ക് ജോലി കിട്ടാനാണെന്ന് പറഞ്ഞ്. അപ്പൊ ഇവിടെയൊന്നും അഗ്രികൾച്ചറിന്റെ കോഴ്സ് കിട്ടാതെ കർണാടകയിൽ എവിടെയോ അഗ്രികൾച്ചറിന്റെ ഒരു കോഴ്സിന് കൊണ്ടുപോയി +2 കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എഴുതിയില്ല ആ കുട്ടി, കൊണ്ടുപോയി ഡയറക്റ്റ് മാനേജ്മെന്റ് സീറ്റിൽ കൊണ്ട് ചേർത്തു. 1 മന്ത് കഴിഞ്ഞപ്പോൾ 2-3 മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചപ്പോൾ എന്താ അവിടെ നിൽക്കാൻ പറ്റാത്തത്? പിന്നെ വന്നിട്ട് പിന്നെ പറഞ്ഞു, എനിക്ക് എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ചോദിച്ചു, എന്താ നേരത്തെ നീ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യാത്തത്? അത് ഒറ്റ കാര്യം, ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട് ആദ്യം ഇത് ഓപ്റ്റ് ചെയ്തു, അപ്പൊ അഗ്രികൾച്ചർ ഓപ്റ്റ് ചെയ്തു. അപ്പൊ ആ ഫ്രണ്ട് ഓപ്റ്റ് ചെയ്തുകൊണ്ട് അതാണ് നല്ലതെന്ന് തോന്നി. ഫ്രണ്ട് തിരിച്ചു വന്നുകൊണ്ട് ഈ കുട്ടിയും തിരിച്ചു വന്നു, ഇപ്പൊ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു. കാരണം പിയർ ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് അഡോളസൻസ് പീരീഡ്. അപ്പൊ അവരോട് ആ പിയർ ഇൻഫ്ലുവൻസിന്റെ ഇതൊന്നും അവിടെ പെട്ടുപോകാതെ 8ാം ക്ലാസ് തൊട്ട് തന്നെ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ അവരുടെ യഥാർത്ഥ ഏരിയ ഒന്നും നമ്മൾ നോക്കണ്ട. അവരുടെ IQ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ഏതാണ് അവരുടെ പാഷൻ, അതൊന്നും ആപ്റ്റിറ്റ്യൂഡ് എവിടെയാണെന്നൊന്നും നോക്കരുത്. 8ാം ക്ലാസ് മുതൽ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവന് സ്വന്തമായിട്ടൊരു ഗോൾ ഉണ്ടെങ്കിൽ 9ാം ക്ലാസ്സിൽ അത് റിന്യൂ ചെയ്യണം. അക്കാഡമിക് ഗോൾ എല്ലാ വർഷവും സെറ്റ് ചെയ്യണം. ഇതിലേക്ക് പോകുമ്പോൾ കുട്ടി ഒരിക്കലും പിയർ പ്രഷറിലേക്കോ പിയർ ഇൻഫ്ലുവൻസിലേക്കോ പോകില്ല. അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ +2 ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? കറക്റ്റ് അവരുടെ പാഷനിലേക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു സന്ധ്യ. വേറെ എന്തെങ്കിലും? യെസ്, മോളുടെ കാര്യത്തിലാണ്. അതായത് ആള് 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ആളെപ്പോഴും എന്നോട് ഒരു ഗെയിമർ ആവണം എന്നുള്ളൊരു പറയും. പക്ഷെ സ്ക്രീൻ ടൈം എന്തായാലും കുറയ്ക്കുമെന്നുള്ളത് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതിൽ കൊണ്ട് തന്നെ ആ വൈഫ് ഒരു സമയം കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് വായിച്ചു വെച്ചു. പക്ഷെ ഇവന് ഇടയ്ക്ക് എന്തെങ്കിലും വന്നിട്ട് പറയും. ഒരുപക്ഷെ കുറച്ചുകൂടി പിന്നെ ആക്റ്റീവ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ ഒരു ഏത് ഗെയിം എടുത്താലും ഒരുപാട് മുന്നോട്ട് പോകാറുണ്ട്. അപ്പൊ അതിനുള്ള PC തപ്പാറുണ്ട്. ഇത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല PC ഏതാണ്, ആ PC വേണം, ഞാൻ എത്ര മാർക്ക് എല്ലാം പറയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, ഇത് ഒരുപക്ഷെ ഞാനത് ബ്ലോക്ക് ചെയ്തത് അവന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ബ്ലോക്ക് ചെയ്യാന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. എന്താണ് മാമിന് അതിനെ പറ്റി? അത് ഒരു പക്ഷേ അത് ജലീല് സ്വന്തം, നിങ്ങൾ രണ്ടുപേരും ജലീലും വൈഫും സ്വന്തം ഒരു ആത്മപരിശോധന നടത്തണം. ഈ ഗെയിമർ ആയിട്ടുള്ള കൊച്ചു കുട്ടികളുടെ സ്റ്റോറീസ് നിങ്ങളെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ?
ഗെയിമിലൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കഥ, അവരുടെ എക്സ്പീരിയൻസ് ആരെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തോ ആരെങ്കിലും ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങനെ ആരെങ്കിലും കുട്ടിക്ക് മോൾക്ക് അറിയാമോ? അങ്ങനെ ആരെങ്കിലും മോൾക്ക് അറിയാമോ? അങ്ങനെയുള്ള ആരെങ്കിലും അറിയാം? തോന്നില്ല. കാരണം അങ്ങനെ ഒരാളും നമ്മൾ ആ ഒരു പറഞ്ഞിട്ടുള്ള ആരും ഞാൻ കണ്ടിട്ടില്ല. ഉറപ്പാണ്. അവനായിട്ട് മോനാണോ? ആ മോനാണ്. ഓക്കെ. അവനിപ്പോ എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞ്? ഇപ്പൊ 4th സ്റ്റാൻഡേർഡിൽ. 4th സ്റ്റാൻഡേർഡ്. എന്നാലും ഞാൻ പറയും ഇറ്റ്സ് ഗുഡ്. അവന്റെ IQ മാത്സിൽ എങ്ങനെയാണ് പഠിക്കാൻ? മാത്ത് ഫുൾ മാർക്ക് വാങ്ങുന്ന ആളാണോ? മാത്സിൽ എല്ലാം ഒരേപോലെ കൊണ്ടുപോകുന്നു. മാത്സിലല്ല എല്ലാം ഏകദേശം. മാത്സിൽ മാത്രം ഹൈ ഒന്നുമില്ല. ഇല്ല, എല്ലാം ഏകദേശം ഒരേപോലെയാണ്. ഈ അവന്റെ ലോജിക്കൽ കപ്പാസിറ്റി, ലോജിക്കൽ തിങ്കിങ് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെർഫെക്റ്റ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവനത് യഥാർത്ഥത്തിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതിനൊരു എന്താ പറയുക, അക്കാഡമിക് ഇൻട്രസ്റ്റോടു കൂടി കാണണം. അതിന് അക്കാഡമിക് ആയിട്ട് കാണണം, അല്ലാതെ അതൊരു ഗെയിം ആയിട്ട് കാണുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ ചെറിയ പ്രായമല്ലേ, അപ്പൊ അവന് അത് അതാണ് പ്രശ്നം. അപ്പൊ അക്കാഡമിക് തലത്തിലേക്ക് കാണണമെങ്കിൽ അവൻ കുറച്ചുകൂടെ കഴിയണം, കുറച്ച് പ്രായം, ഒരു +2 എങ്കിലും ഒക്കെ കഴിയണം. അത്രയും സമയം ഇപ്പൊ ഒരു തരത്തിലും ഞാനാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയും, അവൻ ഗെയിമർ ആകണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മള് സ്ക്രീൻ ടൈം കൊടുക്കരുതെന്ന് തന്നെ പറയും. ഈ സ്ക്രീൻ ടൈം ഇപ്പൊ കുട്ടികളെന്ന് വെച്ചാൽ വളരെ ഭയങ്കര ഇന്റലിജന്റ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പൊ നമ്മളെ പാരന്റ്സിനെ ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് അവൻ ഗെയിമർ ആകും എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് സ്ക്രീൻ ടൈം അലോ ചെയ്യരുതെന്നേ ഞാൻ പറയും. കുട്ടികള്, എനിക്കറിയാം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പാരന്റിനെ പറ്റിച്ച കഥ, പാരന്റ്സിന് രണ്ടുപേരെയും പറ്റിക്കും. നമ്മൾ ഈവൻ നമുക്ക് നമ്മളുടെ വൈൽഡ് തോട്ട്സിൽ പോലും ഇല്ലാത്ത ഒരു പറ്റിപ്പാണ് ആ പാരന്റ്സിനെ ആ കുട്ടി പറ്റിച്ച് ഒരു ബോയ് പറ്റിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അലോ ചെയ്യണ്ട. ഇനി അതാണ് അവന്റെ പാഷനെങ്കിൽ ഒരുപാട് സമയമില്ലേ. അപ്പൊ ഇപ്പൊ അവൻ 8ാം ക്ലാസ്സിലോ അല്ല, ഇപ്പൊ 6ിലല്ലേ അവൻ പഠിക്കുന്നത്? 6ില് 4th 5th പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് വാങ്ങട്ടെ. അവന്റെ ലോജിക്കൽ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കിയതിന് ശേഷം +2 ഒക്കെ ആകുമ്പോൾ ഗെയിമർ ആക്കാമെന്ന് തന്നെ പറയൂ. അതിന് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നും വേണ്ട. പക്ഷെ ഇപ്പോഴുള്ള പ്രയോറിറ്റി ഇതാണെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഇതുവരെ എവിടെയും ചോദിച്ചിട്ടില്ലാത്തവരൊരു ചോദ്യം ചോദിക്കും, അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യും. നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്ന നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. താങ്ക് യു. ഹായ് മാം. ഹായ്. ബക്കറാണ്, ഒരു കച്ചവടക്കാരനാണ്. അത് ശരി, ബിസിനസ് പേഴ്സൺ ആണ് അല്ലേ? യെസ്, ഓൺടർപ്രണർ ആണ്. ഓൺടർപ്രണർ. എന്റെ ഒരു സംശയം മാം, ബിസിനസ് പീപ്പിളിന് ഏത് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് നല്ലത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വെൽത്ത് ക്രിയേഷൻ, എന്തായാലും ബിസിനസ് ചെയ്യുന്നത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അപ്പോ വെൽത്ത് ക്രിയേറ്റുള്ള മെഡിറ്റേഷൻ, അങ്ങനെ ഇപ്പോ ലൈക്ക് പ്രോസ്പെരിറ്റിക്കുള്ള മെഡിറ്റേഷൻ, പല മെഡിറ്റേഷൻസും പല ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് കേൾക്കാറുണ്ട്. അപ്പോ ഏത് മെഡിറ്റേഷൻ ആണ് നല്ല മെഡിറ്റേഷൻ? നല്ല ക്വസ്റ്റ്യൻ ആണിത്. ഒരു ബിസിനസ് പേഴ്സൺ അല്ല, ഏത് വ്യക്തിക്കാണെങ്കിലും മെഡിറ്റേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് മനസ്സിനെ റിലാക്സ്ഡ് ആക്കുക എന്നുള്ളതാണ്. മൈൻഡിനെ കാം ആക്കുക, പ്രൊഡക്റ്റീവ് ആക്കുക, പവർഫുൾ ആക്കുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏത് മെഡിറ്റേഷൻ ആണെങ്കിലും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് പറയാം. അതിന് മുൻപ് നമുക്കറിയാം, ശബരിമല എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ മക്കയിലേക്ക് പോവാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത്, പിന്നെ തമിഴ്നാട്ടിലൊരു പള്ളി ഉണ്ടല്ലോ, വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകാൻ പല വഴികളില്ലേ. പക്ഷെ നമ്മൾ റീച്ച് ചെയ്യുന്നതെല്ലാം ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലമാണ്. അതേപോലെ നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പീസ്, കാം, സ്ട്രെങ്ത് ഒക്കെയാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അതിന് നമുക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അപ്ലൈ ചെയ്യാം, മന്ത്ര മെഡിറ്റേഷൻ അപ്ലൈ ചെയ്യാം, വെൽത്ത് മെഡിറ്റേഷൻ അപ്ലൈ ചെയ്യാം, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ അപ്ലൈ ചെയ്യാം, താന്ത്രിക് മെഡിറ്റേഷൻ അപ്ലൈ ചെയ്യാം, ഏത് മെഡിറ്റേഷൻ അപ്ലൈ ചെയ്യാം.
ദ തിങ് ഈസ് നമുക്ക് ഏതാണ് കൺവീനിയൻറ്റ്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഏതുമായിട്ടാണ് കൂടുതൽ റെസോണേറ്റ് ചെയ്യുന്നത്, എൻ്റെ മനസ്സിനത് കേൾക്കുമ്പോൾ ഏതാണ് കൂടുതൽ നല്ലത്, നമുക്കൊരു ഫീലിംഗ് കിട്ടില്ല, ഇത് കൊള്ളാമെന്ന് നമുക്ക് തോന്നില്ല, ആ മെഡിറ്റേഷനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഈവൻ ഒരു ബിസിനസ് പേഴ്സൺ ആണ്, എനിക്ക് വെൽത്ത് മെഡിറ്റേഷൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഒരു പ്രശ്നവുമില്ല, എനിക്ക് പറ്റുന്ന വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ഗുഡ്. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് വെൽത്ത് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും പ്രോസ്പിരിറ്റി ആണെങ്കിലും എന്താണ് വേണമെങ്കിലും നമ്മൾക്ക് ആത്യന്തികമായി മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ് ആണ് അത്യാവശ്യം വേണ്ടത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനസ്സ്, പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റും അറ്റ്മോസ്ഫിയറും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് കിട്ടുന്ന മെഡിറ്റേഷൻ ഓപ്റ്റ് ചെയ്യാൻ ഞാൻ പറയും. അത് കിട്ടുന്ന മെഡിറ്റേഷൻ, അത് നമുക്ക് തരുന്നൊരു മെഡിറ്റേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇപ്പോൾ അബൻഡൻസ് മെഡിറ്റേഷൻ, വെൽത്ത് ക്രിയേഷൻ മെഡിറ്റേഷൻ, വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയർ ചെയ്യുന്ന മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ, ഇങ്ങനെ പല മെഡിറ്റേഷനും ഞാൻ, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒക്കെ ഞാനും കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ കേൾക്കാറില്ല. ഞാൻ കേൾക്കുന്ന എൻ്റെതായ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മ്യൂസിക് ഇട്ട് ഞാൻ ഒന്നുമില്ലാത്ത റോ ആയിട്ട് നമ്മൾ ഇരുന്ന് നമ്മളെ ഇന്റേണലൈസ് ചെയ്ത് എന്നിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്ന കണ്ണടച്ചിരുന്ന് കിട്ടുന്ന ഒരു ശാന്തി ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്യണം. മെഡിറ്റേഷൻ ഒരു ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, നമുക്ക് കാര്യങ്ങളെ സ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ, ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു പവർ, ഇതൊക്കെ നമുക്ക് മെഡിറ്റേഷൻ തരും. അതുപോലെ നമുക്ക് ഏത് സിറ്റുവേഷൻ കണ്ടിജൻസി വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു പവറൊക്കെ മെഡിറ്റേഷൻ നമുക്ക് തരും. മെഡിറ്റേഷൻ നിർബന്ധമാണ്, ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു. താങ്ക് യു ബക്കർ. ഒരു മിനിറ്റ്, എനിക്കത് ആസ് എ ROI നോക്കുമ്പോൾ, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നോക്കുമ്പോൾ മാം, അതിന് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ടൈപ്പ്, ഇപ്പൊ ലൈക്ക് യോഗനിദ്ര മെഡിറ്റേഷൻ, ഞാൻ വഴി തെറ്റിപ്പോയിട്ട് പിന്നീട് തിരിച്ചു വരുന്നതിന് പകരം മാമിനെ പോലുള്ള ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മാം പറയുന്ന ഇപ്പൊ വിപാസന പോലത്തെ മെഡിറ്റേഷൻസ്, ഇപ്പൊ മാം പറയുന്നത് അതിനാണ് മോർ പവർഫുൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ അന്വേഷിച്ച് ഇപ്പൊ യോഗനിദ്ര 1 hour ചെയ്യുന്ന, വെൽത്ത് ക്രിയേഷൻ like 35 minutes plus 20 minutes, almost 2 hours meditation ചെയ്യുന്നുണ്ട്. യോഗനിദ്ര ഈസ് ഓസം, അത് റിസൾട്ട് വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട് മാം. ഞാൻ ഇത് തെരഞ്ഞു പോകുമ്പോ മോദിജി ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഒക്കെ കേൾക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് എത്തിപ്പെടുമ്പോ തന്നെ എന്റെ ജീവിതം കഴിയാനാണ്, ഞാൻ മരിച്ചു പോകാനാവും. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഏതിലാണ് ROI കൂടുതലുള്ളത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഏത് മെഡിറ്റേഷനാണ്, അത് മാമിനെ പോലുള്ള ആളുകളുടെ ഗൈഡൻസ് ആണ് എനിക്ക് ആവശ്യമുള്ളത് മാം, എനിക്ക് ആവശ്യമുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബക്കർ വിശ്വാസമാണ്. ഇപ്പൊ ബക്കർ ഏതാണോ വിശ്വസിക്കുന്നത്, ഇപ്പോഴത്തെ ബക്കർ വിശ്വസിക്കുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നാൽ അതായിരിക്കും പവർഫുൾ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ചോദ്യം വന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പം നമുക്കിപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് എന്റെ വിശ്വാസത്തിൽ ഇതാണ് നല്ലതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരിക്കലും വേറൊരാളുടെ വിശ്വാസം, ഇപ്പൊ എന്തുകൊണ്ട് മോദിജിയുടെ മെഡിറ്റേഷൻ എടുത്താൽ നല്ലതെന്ന് നമുക്ക് തോന്നാം, അദ്ദേഹം അത്രയും സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്, നല്ല ബ്രാൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്, ഇന്ത്യയുടെ ഏറ്റവും എല്ലാവരും നോക്കുന്ന, വേൾഡ് രാജ്യം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു ലീഡറാണ്. ആ ലീഡറിന്റെ പെർസ്പെക്റ്റീവില് ആ ഒരു മെഡിറ്റേഷൻ ചെയ്താൽ അതേപോലെ ആകുമോ എന്നുള്ള നമ്മുടെ വിശ്വാസമാണ്. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നത് വിശ്വാസമാണ്. അപ്പൊ ഇതിനകത്ത് സിമ്പിളാണ്. ഒരു ദിവസം മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം, ഏതെങ്കിലും ഒരു മെഡിറ്റേഷന് ശേഷം നമ്മൾ രാത്രി മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മളോട് തന്നെ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്, ഏത് മെഡിറ്റേഷനാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടുന്നത്, കൃത്യമായിട്ട് എൻ്റെ ROI അത് ROI കിട്ടുന്ന, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന കറക്റ്റ് എൻ്റെ ബിസി സ്കെഡ്യൂളിന് ഏത് ഒരു മെഡിറ്റേഷനാണ് ഞാൻ
ഫൈനലി ഓപ്റ്റ് ചെയ്യേണ്ടുന്നത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ദെൻ എന്നിട്ട് നമ്മൾ ഇന്റൻഷൻ കൊടുക്കുക എന്നാണ് എനിക്ക് പറയുന്നത്. ഇന്റന്റ് ചെയ്യുക, നാളെ എനിക്ക് ആ ഉത്തരം തീർച്ചയായിട്ടും കിട്ടണം. ഏതൊരു 1 2 മെഡിറ്റേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് പറഞ്ഞാൽ ഇന്റൻഷൻ കൊടുത്തുകൊണ്ട് കിടന്നുറങ്ങുക. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ആൻസർ സെക്കൻഡ് ഡേ. അടുത്ത ദിവസം ഉറപ്പായിട്ടും കിട്ടും. ഇനി അത് കിട്ടിയില്ല എങ്കിൽ ബക്കർ എൻ്റെ അടുത്ത് പേഴ്സണലി കണക്ട് ചെയ്തോളൂ. എൻ്റെ ഫോൺ നമ്പർ പറഞ്ഞുതരാം, വാട്സാപ്പ് നമ്പർ പറഞ്ഞുതരാം. 8281049198. 8281049198. അവനവനെ തന്നെ വ്യക്തമായി പഠിക്കാൻ എന്തെങ്കിലും ഈസി വഴിയുണ്ടോ? ചോദ്യം കൂടെ വായിച്ചു നോക്കട്ടെ. ക്ലിയർ ആയോ ബക്കർ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ചിലർക്ക് എപ്പോഴും വന്നിട്ട് വേറൊരു മെസ്സേജ് വന്നല്ലോ. ഇപ്പോൾ അവനവനെ തന്നെ വ്യക്തമായി പഠിക്കാൻ എന്തെങ്കിലും ഈസി വഴിയുണ്ടോ? അവനവൻ തന്നെ പഠിക്കണം എന്ന് എനിക്കറിയാം. മാഡത്തിന്റെ അഭിപ്രായം, എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള നിലയിൽ എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമല്ല, ഉത്തരത്തിലേക്ക് ഞാൻ വരുവാണ്. എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ, നോ യുവർ സെൽഫ്, എക്സ്പാൻഡ് യുവർ കോൺഷ്യസ്നെസ് എന്ന് ഞാൻ പറയും. അവനെ തന്നെ അറിയുക. മതമായിട്ട് ബന്ധമില്ല ഈ പറയുന്നത്, സ്പിരിച്വൽ കോഷ്യന്റ് ആണ് പറയുന്നത്. അപ്പൊ നമ്മളെ തന്നെ അറിയുക. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. സെൽഫായിട്ട് സോർട്ട് അനാലിസിസ് ചെയ്യുക. ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പറിൽ സ്ട്രെങ്ത് ആദ്യം എഴുതുക. ബിപിൻ ദാസിന്റെ സ്ട്രെങ്ത്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സ്ട്രെങ്ത് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. എന്നിട്ട് അടുത്ത സൈഡിൽ വീക്ക്നെസ് എഴുതുക. എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്സുകൾ? ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന എൻ്റെ വീക്ക്നെസ് ആയിരിക്കും. പേഷ്യൻസ് ഇല്ലാത്ത എൻ്റെ വീക്ക്നെസ് ആയിരിക്കും. ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല, അതെൻ്റെ വീക്ക്നെസ് ആയിരിക്കും. അതല്ലെങ്കിൽ പിന്നെ മടി എൻ്റെ വീക്ക്നെസ് ആയിരിക്കും. അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് പോകുന്നത് എൻ്റെ വീക്ക്നെസ് ആയിരിക്കും. അപ്പൊ ഈ വീക്ക്നെസ്സുകളും എഴുതുക, സ്ട്രെങ്ത്തും എഴുതുക. ഉറപ്പായിട്ടും എല്ലാവർക്കും വീക്ക്നെസ് കൂടുതലായിരിക്കും. അതിൽ വിഷമമൊന്നും വിചാരിക്കണ്ട. ആ ഓരോ വീക്ക്നെസ്സിനെ എടുത്ത് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ സ്ട്രെങ്ത് ആക്കി മാറ്റാം. ഫോർ എക്സാമ്പിൾ, ബിപിൻ ദാസിന്റെ ഒരു വീക്ക്നെസ് ഇപ്പൊ പറയാമോ? അങ്ങനെയാണെങ്കിൽ അത് സ്ട്രെങ്ത് ആക്കുന്ന എങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു വീക്ക്നെസ് ഒന്ന് പറയാമോ ബിപിൻ ദാസ്? സോഷ്യൽ ആങ്സൈറ്റി. ഓക്കെ, ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമോ? പറ്റുമോ? ചലഞ്ച് അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ക്യാമറ ഒന്ന് ഓൺ ചെയ്യ്. പറ്റുമെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. ഒട്ടും പറ്റൂല. ബിപിൻ ദാസ് ഇപ്പൊ എവിടെയാ ഉള്ളത്? വീട്ടിലാണോ? ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്? കോയമ്പത്തൂര് ഷോപ്പിലാണ്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും സോഷ്യൽ ആങ്സൈറ്റി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും സാരമില്ല. ഈ സോഷ്യൽ ആങ്സൈറ്റി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, ആ ഒരു വീക്ക്നെസ് കുറയ്ക്കാൻ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണോ, അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതായിരിക്കും ആദ്യത്തെ ഫീലിംഗ് വരുന്നത്. ഞാൻ ഇപ്പോൾ ഇത് ചെയ്താൽ, ഞാൻ അവിടെ പോയി സംസാരിച്ചാൽ, ഞാൻ അവിടെ ഉറക്കെ സംസാരിച്ചാൽ, എൻ്റെ അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസ്. അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്, അപ്പൊ നമുക്ക് എല്ലാ വ്യക്തികളും സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യും. വേറൊരു കഴിവുള്ളവൻ അപ്പുറത്തുണ്ടെങ്കിൽ, ഓ ഇവൻ എന്തോരം കഴിവാണ്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവൻ എങ്ങനെയാണ് ആളുകളുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ ഫ്രീ ആൻഡ് ഈസി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, എനിക്കത് പറ്റുന്നില്ലല്ലോ, എനിക്ക് ആളുകളെ ഹ്യൂമർ കൊണ്ട് ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് വിചാരിക്കും. വൺ തിങ്, നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അതായത് നമ്മളെ ഏറ്റവും ലോ സെൽഫിനെയും അപ്പുറത്ത് നിൽക്കുന്നതിന്റെ ഹയർ സെൽഫിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഏറ്റവും ബെസ്റ്റ് സെൽഫിലായിരിക്കും അപ്പോഴുള്ളത്. അവളുടെ ഏറ്റവും നല്ല പ്രസന്റേഷൻ ചെയ്ത് അവരുടെ ബെസ്റ്റ് സെൽഫിലാണ്. അവിടെ ആ ബെസ്റ്റ് സെൽഫിനെ നോക്കിയിട്ട് നമ്മുടെ ഏറ്റവും ലോ സെൽഫ്, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത സെൽഫുമായിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത്. അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരു പ്രസംഗിക്കുന്ന ഒരാള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഭയമുണ്ട്, അയാൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉറപ്പായിട്ടും ഉണ്ടാകും, അയാൾക്ക് ഫിയർ ഉണ്ടാകും, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആ മൊമെന്റില് കോൺഫിഡൻസ് ഗെയിൻ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ആ വ്യക്തിയെയും നമ്മൾ കമ്പയർ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, നമ്മളിലും കുറെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ അംഗീകരിക്കാനും തിരിച്ചറിയാനും ശ്രമിക്കുക. ദെൻ
ചെറിയ ചെറിയ ഗ്രൂപ്പ് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞിരുന്നത്. ആദ്യം ഒന്നോ രണ്ടോ ആളുകളെടുത്ത് സംസാരിക്കുക, പിന്നെ ഒന്ന് സംസാരിച്ച് ശീലിക്കുക, പിന്നീട് സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിക്കുക. പരിചയമില്ലാത്തവരടുത്ത് അങ്ങോട്ട് പോയി സംസാരിക്കണം. അപ്പൊ എന്തെങ്കിലും ആ ഒരു സിറ്റുവേഷൻ കിട്ടുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണം. ഈ വഴി പോയാൽ ആ ബസ് കിട്ടുമോ, ഇത് ഏത് റൂട്ടാണ്, ഇപ്പൊ സമയം എത്രയായി, വാച്ചില്ലാതിരിക്കണം ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സ്ട്രേഞ്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഒരു 10, അതായത് ഇത്രയേ ഉള്ളൂ. ഭയങ്കര രസമാണ് ഈ ഒരു പ്രാക്ടീസ്. ഒരു മാസം ഒരു 30 സ്ട്രേഞ്ചേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ബി ഏബിൾ ടു ടോക്ക് എനിവെയർ, എനിബഡി. തീർച്ചയായിട്ടും സംസാരിക്കാൻ പറ്റും. 2, ഇപ്പൊ ഒരു 3-4 പേര് നിൽക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം, ഉറക്ക സംസാരിക്കണം. ആ 2 പേരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് ഉറക്കം. ആ ഉറക്കം സംസാരിക്കുമ്പോൾ അവരടുത്ത് നിന്ന് ഉറക്കം സംസാരിക്കാൻ അവർ ചീത്ത പറയും. ഇപ്പൊ എന്ത് ചെയ്യണം, ഒന്ന് മാറി നിന്നിട്ട് ഒരു 2 അടി ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഉറക്കം സംസാരിക്കണം. വീണ്ടും ഒരു 4-5 ഫ്രണ്ട്സിന്റെ ഇടയിൽ, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നിട്ട് കുറച്ച് ദൂരെ മാറി നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കണം. എന്നിട്ട് ഉറക്കെ സംസാരിക്കണം. നമ്മൾ വൈഡ് ഓപ്പൺ ആക്കണം. നമ്മുടെ മൗത്ത്, നമ്മുടെ ഫേഷ്യൽ ജസ്റ്റേഴ്സ് ഇവിടെയൊക്കെ വൈഡ് ഓപ്പൺ ആക്കണം. ബോഡി ലാംഗ്വേജ് ഓപ്പൺ ആക്കണം. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തന്നെ നല്ല വ്യത്യാസം വരും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, മിറർ തെറാപ്പി പ്രാക്ടീസ് ചെയ്യുക. വിപിൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? വിപിൻ ഇത് കേട്ടോ? ശ്രമിക്കൂ കേട്ടോ. കഴിഞ്ഞ വിപിനെ കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സിലും വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ഇത് 1 month ട്രൈ ചെയ്തിട്ട് വീണ്ടും പറ്റുന്നില്ലെങ്കിൽ നേരത്തെ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമ്പർ കിട്ടും, പേഴ്സണലി കണക്ട് ചെയ്യും. ഓക്കെ, ശരി. താങ്ക് യു ഫോർ ദീസ് ക്വസ്റ്റ്യൻസ്. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലെങ്കിൽ യെസ്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു ഇൻട്രോവേർട്ട് പേഴ്സണായ ഒരാളെ നമ്മൾ അത് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും മാറ്റരുത്. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് നല്ലതാണെന്ന് ഞാൻ. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇൻട്രോവേർട്ട് ആണ്. വളരെ ഇൻട്രോസ്പെക്റ്റീവ് ആയിരിക്കും അവര് പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിരിക്കും. അവരെ മാറ്റിയിട്ട് എക്സ്ട്രോവേർട്ട് ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇനി ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് എന്ന് പറഞ്ഞ രണ്ടും അല്ലാത്ത കാറ്റഗറി ഉണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ. അവർക്ക് അവരുടെ ചെയ്യുന്ന വർക്കിൽ, അവരുടെ ഡൊമൈനിൽ അവർക്ക് എക്സൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അത് മാത്രമേ ചെയ്യാവൂ. അല്ല ഇൻട്രോവേർട്ട് ആയതൊരു മോശം നല്ലതെന്നേ ഞാൻ പറയുന്നു. ഇൻട്രോവേർട്ട് ആവുന്ന ആൾക്കാര്, ഈ ദുൽഖർ സൽമാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. നല്ല ആക്ടർ അല്ലേ ഇപ്പോൾ. അതൊരു പീരീഡ് എത്തുമ്പോൾ നമ്മളൊരു ഡൊമൈൻ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒരു ബിസിനസ് പേഴ്സൺ, എത്രയോ ബിസിനസ് പീപ്പിൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുത്തുകാർ ഇൻട്രോവേർട്ട് ആയിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണ്ട. അത് നിങ്ങൾ മാറ്റണം. നിങ്ങൾ ഇൻട്രോവേർട്ട് ആണ് ഒരിക്കലും അല്ല, നല്ലത് തന്നെയാണ്. എല്ലാം നല്ലതാണ്. ഇൻട്രോവേർട്ട് നല്ലതാണ് ഇൻ എ വേ, എക്സ്ട്രോവേർട്ട് നല്ലതാണ് ഇൻ എ വേ, ആംബിവേർട്ട് നല്ലതാണ്. അത്രയേ ഉള്ളൂ. താങ്ക് യു സന്ധ്യ. താങ്ക് യു മാം. I feel much confident. താങ്ക് യു. യെസ്, അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ്. ആർക്കെങ്കിലും ഇനി ചോദ്യങ്ങളുണ്ടോ? ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോളൂ. ഈ കരിയർ ബേസ് ചെയ്തിട്ടാണ്. എന്റെ സിസ്റ്റർ ഇപ്പോ 12th കഴിഞ്ഞു, നല്ല മാർക്ക് ഉണ്ട്, എനിക്കോണോ എല്ലാ സബ്ജക്റ്റിനും A+ന്റെ അടുത്ത് മാർക്ക് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഓപ്റ്റ് ചെയ്യുന്നത് നഴ്സിംഗ് ഫീൽഡ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ പിന്നെ നഴ്സിംഗ് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഡോക്ടർ ആവാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയും ഫാമിലി സപ്പോർട്ട് ഉണ്ട്. വേണമെങ്കിൽ പുറത്ത് പോയിട്ടായാലും, ഇപ്പോ എൻട്രൻസ് തന്നെ അല്ല, പുറത്ത് പോയിട്ടായാലും പഠിക്കാം എന്നുള്ള ഓപ്ഷൻ ആൾക്കുണ്ട്. പക്ഷെ ആളെ സംബന്ധിച്ച് 25 lakhs കൊടുത്ത് ഞാനത് പോയി പഠിച്ചാൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ, അതും പിന്നെ വീട്ടുകാർക്ക് അത്ര ഒരു ബാധ്യത ആവണ്ട എന്നുള്ളൊരു തോട്ട് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂളിൽ കോളേജിൽ നഴ്സിംഗ് ഓപ്റ്റ് ചെയ്യാം. ഇപ്പൊ കുറച്ചും കൂടി ആയപ്പോ നഴ്സിംഗിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഈ പിയർ ഗ്രൂപ്പ് സംസാരം വരുമ്പോ അല്ലെങ്കിൽ ഡിസ്കഷൻ വരുമ്പോ ഇപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് നല്ലതാണ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആൾക്കൊരു ഡോക്ടറിലേക്ക് ചിന്തിക്കാൻ പറ്റാത്തത് എനിക്ക് തോന്നുന്നു ആ മണി കോൺഷ്യസ്നെസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തോട്ടാണ്. ആ ഒരു അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ എന്നുള്ളൊരു ലിമിറ്റിംഗ് തോട്ട്സ്
തോട്ട് ഉണ്ട്. അപ്പൊ ഇതിനൊരു ക്ലാരിറ്റി കിട്ടാൻ എന്താണ് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഫൈനൽ ഇതിൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ. മാം ആൻസർ പറയുകയാണെങ്കിൽ. ആളുടെ പേരെന്താ? ഹാദിയ എന്നാണ് പേര്. ഹാദിയ. യെസ്, ഹാദിയ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നഴ്സിങ്ങും ഡോക്ടറും ഇത് രണ്ടുമാണ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നതെങ്കിൽ ഇത് രണ്ടിൽ ഏത് ഓപ്റ്റ് ചെയ്യണം? ഇതൊരു പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈസി വേ. ഹാദി വേറെ എക്സ്റ്റേണലി ഉള്ള ഒരു ഹെൽപ്പും എടുക്കാതെ ഹാദിക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനുള്ളത് ആദ്യം ഡോക്ടർ ആയാൽ നമ്മൾ എഴുതി നോക്കണം. എൻറ്റയർ ലൈഫിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഒന്ന് എഴുതി നോക്കുക. ഡോക്ടർ ആയി കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എഴുതി വെക്കുക. അപ്പം ഒരു സൈഡ് മുഴുവൻ ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഡോക്ടർ ആകാൻ വേണ്ടി ഞാൻ എൻ്റെ ഫാമിലി ഇടുന്ന എഫേർട്ട് എത്രയാണ്, അതും എഴുതി വെക്കണം. അടുത്ത നേഴ്സ് ആയാൽ എൻറ്റയർ ലൈഫിൽ എനിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്, എൻ്റെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്. ഇപ്പുറത്ത് അതിന് ഞാൻ ഇടുന്ന ഫിനാൻഷ്യൽ ഇൻപുട്ട്, എൻ്റെ ഫാമിലി ഇടുന്ന ഫിനാൻഷ്യൽ ഇൻപുട്ട്, ഇത് രണ്ടും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഏതാണ് എനിക്ക് കൂടുതൽ കണക്റ്റഡ്, എൻ്റെ ഹൃദയം, എൻ്റെ ഹാർട്ട് സീസ് വാട്ട്, എപ്പോഴും എനിക്ക് ഏറ്റവും കണക്ട് ചെയ്തിരിക്കുന്ന, ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് ഏറ്റവും കണക്ട് ചെയ്തിരിക്കുന്ന ഏതാണ്, ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നഷ്ടമാകുമെന്ന് എനിക്ക് ഫീൽ വരുന്നത് എന്താണ്, ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്ന് ഫീൽ ചെയ്യുന്നത് എന്താണ്. എന്തായാലും ഒരു കാര്യം ഇതിലേതോ ഒന്ന് കിട്ടിയില്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നുള്ള ഫീലിംഗ് വരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് ഡോക്ടർ ആകുക എന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ പിന്നെ റിഗ്രറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ഈ ഡോക്ടർ ആകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. വളരെ നന്നായിട്ട് പഠിക്കണം, 5 വർഷം പഠിക്കണം, 1 ഇയർ ഇന്റേൺഷിപ്പ് എടുക്കണം, then MD പഠിക്കണം, കുറെ ഉറക്കമൊഴിയണം, കുറെ ബുള്ളിങ്ങും, കുറെ എന്താ പറയേണ്ടുന്നത്, ഹോസ്റ്റലിലൊക്കെ പോയി നിന്നാൽ കുറേ കാര്യങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം, കുറേ സഫർ ചെയ്യണം. ആ സഫറിങ്ങിന് അത് പേ ചെയ്യാൻ തയ്യാറുണ്ടോ എന്നും കൂടി ചോദിക്കണം, സെൽഫിനോട് ചോദിക്കണം. ഇതൊക്കെ ഞാൻ പേ ചെയ്യാൻ തയ്യാറുണ്ടോ, ആം ഐ റെഡി ടു പേ ഓൾ ദീസ് തിങ്സ്? എന്നാൽ മാത്രമാണ് ആ ഡോക്ടർ ആകാനുള്ള ഡിസർവബിലിറ്റി ആദ്യമായി കൊണ്ടാകുന്നത്. അതല്ലാതെ പൈസ ഉണ്ട്, വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് മാത്രം നമുക്കൊരു ഡിസർവിങ് ആകത്തില്ല. അപ്പൊ ആസ്ക് യുവർ സെൽഫ്, ക്ലിയർ? എന്നിട്ട് ഒരു തീരുമാനം 3 ദിവസം എടുത്തോളൂ. 3 ദിവസം എടുത്തതിന്റെ ഏറ്റവും കാര്യങ്ങളും ഇന്റേണലൈസ് ചെയ്ത് എഴുതി മനസ്സിലാക്കി ഇത് ചെയ്യാൻ ഞാൻ ഓക്കെ ആണോ, ഞാൻ ചെയ്യുമോ, എത്ര പെർസെൻറ്റേജ് എനിക്കതിൽ ഓക്കെ പറയാൻ സത്യസന്ധമായിട്ട് പറ്റുമെന്ന് സ്വയം ചോദിക്കുക, ഉത്തരം കണ്ടുപിടിക്കുക, എന്നിട്ട് ഫൈനൽ ആൻസർ പറയുക. ഓക്കെ മിസ്രിയ, സിസ്റ്ററിന്റെ അടുത്ത് പറയാം. ഹാദി എന്താ പറയുന്നു? ഹാദി അടുത്ത് ചോദിക്കുക. ഹാദി റെഡിയാണോ ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ? ഹാദി ഉണ്ടോ ഇതിനകത്ത്? റെഡിയാണ്. അപ്പൊ ഇത് ചെയ്ത് നോക്കൂ കേട്ടോ, സിൻസിയർ ആയിട്ട് ചെയ്യണം. അവിടെയാണ് നമുക്ക് ഡിസർവിങ് ആണോ. ചിലപ്പം ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറഞ്ഞത് കൊണ്ട് എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസും പറയും MBBS സ്റ്റുഡൻസിന് കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ വൺ തിങ്, എല്ലാ ജോബിനും അതിൻ്റെതായ മഹത്വം ഉണ്ട്. ഏത് ജോബിനാണെങ്കിലും ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്, സർവീസ് ഏരിയയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻസിനെ, മറ്റുള്ളവരെ, അർഹതയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽപ്പ് ആവശ്യമുള്ളവരെ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർ ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും ചെയ്യുന്നത്. ഡോക്ടർ ഒരു ഡിസിഷൻ മേക്കറാണ്, കുറച്ചുകൂടെ അതോറിറ്റി ഉണ്ടാകും. നേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ സർവീസ്. അപ്പോൾ അവിടെ നമുക്ക് ഏതിലാണ് നമുക്ക് ഏറ്റവും അൺകണ്ടീഷണലി നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൂടെ നമ്മൾ ചോദിക്കണം. ഇതൊരിക്കലും വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾ ഓപ്റ്റ് ചെയ്യണത്. കാരണം ഇങ്ങനെ ചെയ്തു വന്നിട്ടുള്ള എനിക്ക് ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ചില സിറ്റുവേഷനിൽ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരിക, ചിലപ്പോൾ ടഫാണെന്ന് തോന്നുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ആദ്യം മിടുക്കിയായതുകൊണ്ട് അങ്ങനെ വരില്ല, എല്ലാത്തിനും മാർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ വരില്ല. കൺസിഡർ ഓൾ ദീസ് ഫാക്ടേഴ്സ്. ഓക്കെ മാഡം, ഫിസിയോതെറാപ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞല്ലോ. ഫിസിയോതെറാപ്പി, പക്ഷെ നഴ്സിംഗും ഫിസിയോതെറാപ്പിയും വെക്കുകയാണെങ്കിൽ നഴ്സിംഗ് ആയിരിക്കും കൂടുതൽ വാല്യൂ. കൂടുതൽ വാല്യൂ, കൂടുതൽ ഓപ്പർച്യൂണിറ്റി നഴ്സിംഗ് തന്നെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അത് ഫിസിയോതെറാപ്പി ഇപ്പം വെക്കുകയാണെങ്കിൽ എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റുമാരെ ഒരുപാട് പേരെ അറിയാം, പഠിക്കുന്ന സ്റ്റുഡൻസിനെ അറിയാം. അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയേക്കാൾ എത്രയോ വലുതാണ് നഴ്സിന് കിട്ടുന്നത്. ഇന്റർനാഷണലി
നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും നഴ്സിംഗ് ആണെങ്കിൽ. ഓക്കെ 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 ശരി. താങ്ക് യു താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച അടുത്ത തേഴ്സ്ഡേ വീണ്ടും കാണാം. ബൈ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഹലോ ചോദിച്ചോളൂ. ജിഷ്ണു ജലീലാണോ? ആരാണ് ചോദിക്കുന്നത്? ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ജിഷ്ണു ഇപ്പൊ എന്ത് ചെയ്യുക? ജിഷ്ണു ഇപ്പൊ എന്ത് ചെയ്യുന്നു? What do you do right now? ജോലിയുണ്ട്. എന്ത് ജോലിയാ ചെയ്യുന്നത് ജിഷ്ണു? നോർമലി ലൈക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റ് ആണ്. തീർച്ചയായിട്ടും അതൊക്കെ മുകളിലെന്നൊക്കെ നമ്മൾ പറയല്ലേ, അതൊക്കെ മേലേക്ക് പോകാൻ പറ്റും ജിഷ്ണു. ഉറപ്പായിട്ടും പറ്റും. വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകുക, ഇത് പിടിച്ചിരിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആകുക, കമ്മിറ്റഡ് ആകുക, ട്രൂ ടു യുവർ സെൽഫ്, ഇന്റഗ്രിറ്റി ഉള്ള ആളായി മാറുക, അതൊക്കെ മേലെ പോകാൻ പറ്റും. ആ ചോദ്യത്തിന് മുകളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ പോകാൻ കഴിയട്ടെ. എന്താ ഞാൻ ചെയ്യേണ്ടത്? യെസ്, ഒരു ലൈഫ് കോച്ച് ആകണമെന്നാണോ ആഗ്രഹിക്കുന്നത് ജിഷ്ണു? അതെ അതെ അതെ. യെസ്, ഒരു ലൈഫ് കോച്ച് ആകണമെങ്കിൽ അതൊരു വൈഡ് ഏരിയ ആണ്. അപ്പോൾ നമുക്കത് പേഴ്സണലി ഞാൻ ഇരുന്ന് പറഞ്ഞു തന്നാൽ മതിയോ? കുഞ്ഞുനാൾ മുതൽ എന്റെ ആഗ്രഹമാണ്. വെരി ഗുഡ്. ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ ആകാൻ പറ്റും. അങ്ങനെ ചെറിയ കാലം മുതൽ ആഗ്രഹിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ആകാൻ പറ്റും. ഏതാ? ആണോ? ഉറപ്പായിട്ടാകാൻ പറ്റും. കാരണം ഒരിക്കലും ടെക്നിക്കലി വരുന്ന ഒരു ചിന്തയല്ല ലൈഫ് കോച്ച് ആകുക എന്ന് പറയുന്നത്. അത് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് ലൈഫ് കോച്ച് ആകുക എന്ന് പറയുന്നത്. എനിക്ക് ലൈഫ് കോച്ചിങ് എന്താണെന്ന് അറിയാതെ അതാകണമെന്ന്, കാരണം ആ ഒരു ടേം എനിക്ക് അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ആകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് പിന്നെ ഞാൻ വർഷങ്ങൾ എടുത്ത് ഈ ടേം കണ്ടുപിടിക്കുന്നു. അപ്പോഴൊന്നും കേരളത്തിൽ ആരും ഈ ടേം യൂസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. ഞാനൊരു സൈക്കോളജിസ്റ്റ് ടേൺ ഇൻടു ലൈഫ് കോച്ച്, ടേൺ ഇൻടു സെലിബ്രിറ്റി കോച്ച്, ആൻഡ് ഇങ്ങനെ വന്ന ഒരു റിവർ ജിപ്സി പോലെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ട്രെയിനർ ഇൻ ബിറ്റ്വീൻ, കുറെ കാലം ട്രെയിനർ ആയിരുന്നു, ഗവൺമെന്റ് സർവീസിൽ കുറെ കാലം വർക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് യഥാർത്ഥ എൻ്റെ ഒരു ഡൊമൈനിലേക്ക് ഞാൻ എത്തിയത്. അതിന് നമുക്ക് മനസ്സിൽ നമുക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു സ്പേസ്, അല്ലെങ്കിൽ മറ്റുള്ള ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഞാൻ മൂലം ഒരുപാട് പേരുടെ ലൈഫിൽ പ്രകാശം ഉണ്ടാകണം. എനിക്ക് ഒത്തിരി പേരുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം, മറ്റുള്ളവരുടെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രം മതി. നോ മാറ്റർ വാട്ട് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നോ മാറ്റർ വാട്ട് യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഓൾ. ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ലൈഫ് കോച്ചിങ്. അത് പിന്നെ ഞാൻ കൊടുക്കുന്ന ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ പ്രോഗ്രാം 5 month ഗ്രാജുവേഷൻ പ്രോഗ്രാം ആണ്. 5 months പ്രോഗ്രാം, 6 month ഫോളോ അപ്പ് ആണ് കൊടുക്കുന്നത്. ആ ലൈഫ് കോച്ചിങ് ബാച്ചിലുള്ള ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സന്ധ്യയെ ഞാൻ കണ്ടു. ഇപ്പോഴത്തെ ലൈഫ് കോച്ചിങ് ബാച്ചിലുള്ള ആളാണ് സന്ധ്യ ഇറങ്ങിയെന്ന് തോന്നുന്നു. സന്ധ്യ നേരത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ, സന്ധ്യ ഉണ്ടോ അത് പോയോ? ഉണ്ട്. സന്ധ്യ ഈ ബാച്ചിലുള്ള ആളാണ്. ഞങ്ങൾക്കിപ്പോൾ 17 18 20 പേരുണ്ട് ഇപ്പോഴത്തെ ബാച്ചിൽ. സന്ധ്യ ഈ ബാച്ചിൽ പഠിക്കുന്ന ആളാണ്. അപ്പോൾ സന്ധ്യക്ക് നമ്മുടെ ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഒരു 2 3 കാര്യങ്ങൾ, സെന്റൻസോ, അല്ലെങ്കിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഒന്ന് പറയാമോ? തീർച്ചയായും. വിഷ്ണുവിനോട് പറയുകയാണെങ്കിൽ വന്നോളൂ, ഒന്നും നോക്കണ്ട. ആ പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ലിസി മാഡത്തിന്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ തന്നെ ഫസ്റ്റ് തിങ് നമ്മൾ തന്നെ മാറും എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ വളരെയധികം മാറും. നമ്മുടെ ലൈഫിനോടുള്ള പേഴ്സ്പെക്റ്റീവ് തന്നെ മാറും. അപ്പൊ തന്നെ നമുക്കൊരു സമാധാനവും പീസും ഒക്കെ വരും. അത് നമുക്ക് വേറൊരാൾക്കും കൂടി പറഞ്ഞു കൊടുക്കാനും പറ്റുക. പറഞ്ഞത്
അതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷനും കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ജിഷ്ണുവിന് അത് സാധിക്കും. ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹവും. അപ്പൊ അതിന് എന്തായാലും ലിസി മാഡത്തിന്റെ ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മളൊരു കൊച്ചു കുട്ടിയെ എങ്ങനെ പിടിച്ചിട്ട് ചെറിയ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെ പിടിച്ച് എങ്ങനെ കയറ്റുന്നു, അതേപോലത്തെ ഒരു സപ്പോർട്ടാണ് മാഡത്തിന്റെ. അതായത് നമ്മൾക്ക് ഇത്ര വലുതായൊന്നു അങ്ങനെയൊന്നും അല്ല, ചെറിയൊരു 5 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൈപിടിച്ചിട്ട് എങ്ങനെ ചെയ്യിപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരു സപ്പോർട്ടാണ് മാഡത്തിന്റെ എന്നുള്ളത്. അപ്പൊ ഒന്നും ആലോചിക്കാനില്ല, തീർച്ചയായിട്ടും വന്നു. താങ്ക് യു സന്ധ്യ. സന്ധ്യയെ കുറിച്ച് ഫീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു, എങ്ങനെയാണ്? പറയാം. സന്ധ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ സന്ധ്യ ഗവൺമെന്റ് ജോബ് വേണ്ടാന്ന് വെച്ചിട്ട് റെസിഗ്നേഷൻ കൊടുത്തിട്ടാണ് ഈ കോച്ചിങ്ങിന് വന്നത്. ആദിത്യ എന്ന് പറഞ്ഞ വേറൊരു സ്റ്റുഡന്റ് ഉണ്ട്, പുള്ളിക്കാരി ടീച്ചറാണ്, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ദെൻ എംടെക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ബിടെക്കും എംടെക്കും റാങ്ക് കിട്ടിയ കുട്ടികൾ ഈ ബാച്ചിലുണ്ട്, നമ്മുടെ ബാച്ചിലുണ്ട്. ഫീസ് ഇപ്പോഴത്തെ ബാച്ചിൽ ഞാൻ വാങ്ങുന്നത് 1 lakh ആണ് വാങ്ങുന്നത് ഫീസ്. നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. November 24th ദുബായിലാണ് ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ജിഷ്ണുവിന്റെ പാസ്വേഡ് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു സന്ധ്യ, താങ്ക് യു ജിഷ്ണു, താങ്ക് യു ഓൾ. താങ്ക് യു വിപിൻ. എല്ലാവർക്കും നമുക്ക് അടുത്ത വ്യാഴാഴ്ച. ബൈ. താങ്ക് യു. ബൈ. Thank you, ma'am. Love you. Love you. Bye, ma'am. Bye. See you.